കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ദ വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് പാസ്റ്റർ ചേസ് ജോസഫാണ്. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിക്കാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ, കർത്താവ് നമ്മെ പഠിപ്പിച്ച ഉപദേശങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിരിപ്രഭാഷണത്തെ നിന്നാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ശരിക്കും ഗിരിപ്രഭാഷണത്തിൻ്റെ ഒരു പദാനുപദമായിട്ടുള്ള വ്യാഖ്യാനമല്ല. ഇത് എന്താണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചെന്നുള്ള ഒരു വിഹക വീക്ഷണമാണ്. അതായത് പൊതുവെ ആ ടീച്ചിങ് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളൊരു പൊതുവായ ഒരു ദർശനമാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച 3 വാക്യങ്ങൾ 17, 18, 19, 5 അധ്യായത്തിൻ്റെ 17, 18, 19 വാക്യങ്ങൾ, ഈ 3 വാക്യങ്ങൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു കാര്യം, യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ കേൾക്കുന്നവർക്കെല്ലാം തോന്നാവുന്ന ഒരു കാര്യമാണ്. കർത്താവ് ഈ പഴയ നിയമവുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പഴയ നിയമത്തിലെ ഉപദേശവും ഇതുമായിട്ട് വലിയ വ്യത്യാസമുണ്ടോ? പഴയ നിയമത്തിലെ പ്രവചനങ്ങളും വിധികളും എല്ലാം കർത്താവ് നീക്കിക്കളഞ്ഞ് പുതിയതൊന്ന് സ്ഥാപിച്ചോ എന്നൊരു ചോദ്യം ഇത് കേൾക്കുന്ന ആർക്കും ഉണ്ടാകാം. അപ്പോൾ കർത്താവ് പുതിയൊരു നീതിയെ വെളിപ്പെടുത്തുന്നു. അത് ഏത് നീതിയാണ് എന്ന് 20-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ കിടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ കർത്താവ് ഒരു നീതി പ്രസൻറ്റ് ചെയ്യാണ്. ആ നീതി പരീശൻ്റെയും ശാസ്ത്രിയുടെയും നീതിയെ കവിയുന്ന നീതിയാണ്. അതായത് ഹ്യൂമൻ എബിലിറ്റിക്ക് അപ്പുറത്തുള്ളതാണ്. എത്രമാത്രം നീതി ആഗ്രഹിച്ചാൽ ഒരു മനുഷ്യന് കിട്ടാത്ത ആ നീതിയെയാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അത് ഇവിടെ പറയുന്നത്, ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ ഞാൻ നീക്കാനല്ല വന്നത്. ശരിക്കും ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞത് ഒരു പുതിയ നീതിയെക്കുറിച്ചാണ്. നമുക്കത് റോമാലേഖനം വായിക്കുമ്പോൾ, റോമാലേഖനത്തിൽ പൗലോസ് അതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് ഈ ന്യായപ്രമാണത്തിൻ്റെ പ്രവാചകന്മാരുടെ സാക്ഷ്യം? 22-ാം വാക്യം 3:22, റോമാലേഖനം 3:22 പറയുന്നു, അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. എന്താണ് ന്യായപ്രമാണത്തിൻ്റെ പ്രവാചകന്മാരുടെ സാക്ഷ്യം? നമുക്ക് 20 മുതൽ വായിക്കാം. 3:20, റോമാലേഖനം 3:20. അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനമത്രേ വരുന്നത്. അടുത്ത വാക്യം, ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിങ്കലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതിന് ന്യായപ്രമാണവും പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു നീതി വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആ വെളിപ്പെട്ടു വന്ന നീതി വിശ്വാസത്താലുള്ള ദൈവത്തിൻ്റെ നീതിയാണ്. അപ്പോൾ കർത്താവ് പ്രസൻറ്റ് ചെയ്യുന്നത് ന്യായപ്രമാണത്തിനെതിരെയുള്ളൊരു കാര്യമല്ല, ന്യായപ്രമാണം സാക്ഷ്യം പറഞ്ഞ ആ നീതിയെക്കുറിച്ചാണ്. ന്യായപ്രമാണം എങ്ങനെയാണ് സാക്ഷ്യം പറഞ്ഞത്? 2 രീതിയിലാണ്. ഒന്ന്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു. അതായത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ലോകത്തിൽ ഒരു ജഡവും നീതീകരിക്കപ്പെട്ടില്ല, ഒരു ജഡവും നന്നായില്ല. ഒത്തിരി നീതി പ്രവൃത്തികളെ ഉണ്ടാക്കാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഒരു നീതിമാനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം അത് കണ്ടതാണ്. അപ്പോൾ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു നീതിമാനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, നീതി പ്രവൃത്തികൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ന്യായപ്രമാണത്തിന് സാധിക്കും. 10% കൊടുപ്പിക്കാൻ ന്യായപ്രമാണത്തിന് സാധിക്കും. എന്നാൽ ജീവനെ വെച്ച് കൊടുക്കുന്നൊരു സ്നേഹം ഉണ്ടാക്കാൻ ഈ ന്യായപ്രമാണത്തിന് കഴിയില്ല. നമ്മുടെ ഉള്ളത്തെ മാറ്റാൻ, പരിവർത്തനം ചെയ്യിപ്പിക്കാൻ ന്യായപ്രമാണത്തിന് സാധിക്കില്ല. അപ്പോൾ പ്രമാണത്തിൻ്റെ അനുസരണത്താൽ വരുന്ന നീതിയല്ല, നമ്മുടെ ഉള്ളിൽ ആത്മാവ് ചെയ്യുന്ന വീണ്ടും ജനനത്താൽ വരുന്ന ആ നീതി നമുക്ക് ലഭിക്കുന്നതിനെക്കുറിച്ചാണ് ഈ വാക്യങ്ങളിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ഗിരിപ്രഭാഷണം നമ്മൾ വായിക്കുമ്പോൾ, 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ, ദൈവം ഒരു നീതിയെ പ്രസന്റ് ചെയ്ത നീതി എന്താണ് എന്ന് റോമാലേഖനം 3-ാം അധ്യായത്തിൽ കാണുന്നത്. ഒരു ദൈവത്തിൻ്റെ നീതി എങ്ങനെ വെളിപ്പെട്ടു വരുന്നു? അത് ന്യായപ്രമാണം കൂടാതെ വിശ്വാസത്താൽ വെളിപ്പെട്ടു വരുന്നു. അതായത് എനിക്ക് പറ്റാത്ത, എന്നാൽ ദൈവത്തിന് പറ്റുന്ന, ദൈവത്തിന് എന്നിലൂടെ ചെയ്യാൻ പറ്റുന്ന, വിശ്വാസത്താൽ സാധിക്കുന്ന ഒരു നീതിയെ ദൈവം വെളിപ്പെടുത്തി. അപ്പോൾ അത് ന്യായപ്രമാണത്തെ എടുത്തു കളയുകയാണോ? അല്ല. ന്യായപ്രമാണത്തെ നീക്കിക്കളയുകയാണോ? അല്ല. ന്യായപ്രമാണം എന്തിനെയാണോ സാക്ഷ്യം പറഞ്ഞത് ആ സാക്ഷ്യം അംഗീകരിക്കുകയാണ്. ഞാൻ അവരോട് ഇനി ചെയ്യാൻ പോകുന്ന ഉടമ്പടി ഇങ്ങനെ ആയിരിക്കില്ല എന്ന് കർത്താവ് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഈ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ആ കാഴ്ച
പുതിയ നിയമത്തിൻ്റെ കാഴ്ചയാണ്. പുതിയ നിയമത്തിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന പഴയ നിയമ പ്രവചനങ്ങളാണ്. ഈ പുതിയ നിയമത്തിലേക്ക് പോയിൻ്റ് ചെയ്യുന്ന പഴയ നിയമ പ്രവചനങ്ങൾ, ആ പഴയ നിയമ പ്രവചനങ്ങൾ അതേ രീതിയിലെടുത്ത് വ്യാഖ്യാനിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. ആ പുതിയ നിയമത്തിൽ അത് എങ്ങനെ നിറവേറി എന്ന് വ്യാഖ്യാനിക്കുകയാണ്. നമുക്ക് പല സ്ഥലത്തും അപ്പോസ്തലന്മാർ പഴയ നിയമം കോട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. കർത്താവ് കോട്ട് ചെയ്തിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ നിന്നാണ് അപ്പോസ്തലന്മാരും ആദിമ സഭയിലെ ശുശ്രൂഷകരൊക്കെ കൂടുതൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കയ്യിലുള്ള വചനം അതായിരുന്നു. റോമാ ലേഖനത്തിന് അല്ലെ തിമോത്തിയോസിനൊക്കെ ലേഖനം എഴുതുമ്പോൾ പൗലോസിൻ്റെ കയ്യിൽ പൗലോസ് എഴുതിയ കത്തുകളെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് അത് പുതിയ നിയമമാണെന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് കൊണ്ട് നടക്കുന്നില്ല. അവരുടെ കയ്യിലുള്ള ലിഖിതങ്ങളെന്ന് പറയുന്നത് ശരിക്കും പഴയ നിയമം തന്നെയായിരുന്നു. അവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നതും പഴയ നിയമത്തെ കോട്ട് ചെയ്താണ്. പക്ഷേ ഒരു വലിയ വ്യത്യാസം ഇന്നത്തെ പഴയ നിയമ പ്രസംഗങ്ങളും അന്നത്തെ പഴയ നിയമ പ്രസംഗങ്ങളും തമ്മിലുണ്ടായിരുന്നു. അവർ പഴയ നിയമം ഉപയോഗിച്ചത് ഒരു പ്രസംഗം പറയാൻ വേണ്ടിയല്ല. പഴയ നിയമം ഉപയോഗിച്ചത് നല്ല ആകർഷകമായ ഒരു അവതരണത്തിലൂടെ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയല്ല. പഴയ നിയമത്തിൽ ഓരോ കൊട്ടേഷനും പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. പുതിയ ഉടമ്പടിക്ക് എങ്ങനെയാണ് ഈ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്, എങ്ങനെ അതൊരു സാക്ഷ്യമായിരിക്കുന്നു എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് യേശുക്രിസ്തുവും ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും എല്ലാം പഴയ നിയമത്തെ കോട്ട് ചെയ്യുന്നത്. അല്ല പഴയ നിയമത്തിൽ നല്ല പ്രസംഗങ്ങൾ പ്രസംഗിക്കാൻ വേണ്ടിയല്ല. ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത് പഴയ നിയമത്തെ നിന്നുള്ള ഒത്തിരി പ്രസംഗങ്ങൾ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നല്ല ബൈബിൾ ജ്ഞാനമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാൻ സാധിക്കും. പലരുടെ പേരുകൾ, ഡേറ്റുകൾ, ചക്രവർത്തി ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും മുമ്പ് ഇരിക്കുന്നവർ വിചാരിക്കും, ഈ അദ്ദേഹം ഭയങ്കര ബൈബിൾ പണ്ഡിതനാണ്. അപ്പോൾ നമ്മൾ അവതരണങ്ങളാണ് ഇതെല്ലാം. നമ്മൾ അവതരിപ്പിക്കുകയാണ് ഒരു നല്ല പ്രസംഗം, പോയിന്റുകളൊക്കെ വെച്ച്, കഥകളൊക്കെ വെച്ച്. അതിന് അവസാനം ആൾക്കാരെ കൊണ്ട് അപ്രീസിയേഷൻ ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രസംഗങ്ങൾ, കഥകൾ, മോറൽ സന്മാർഗ ഉപദേശങ്ങൾ, ധർമ്മോപദേശങ്ങൾ, പഴയ ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങൾ, ഇതെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു അമാൽഗമാണ് ഇന്ന് മിക്കവാറും പുൽപ്പിറ്റുകളിൽ നിന്ന് കേൾക്കുന്നത്. എന്നാൽ ശിഷ്യന്മാർ അങ്ങനെ അല്ലായിരുന്നു ഒരിക്കൽ പോലും. ശിഷ്യന്മാരോ കർത്താവോ എപ്പോഴെല്ലാം പഴയ നിയമം ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം പുതിയതിനെ വെളിപ്പെടുത്താനും പുതിയതിനെക്കുറിച്ചുള്ള ആ സാക്ഷ്യത്തെ പഴയ നിയമത്തിൽ നിന്ന് കാണിച്ചു തരാനും വേണ്ടിയാണ്. പത്രോസ് പെന്തക്കോസ്താളിൽ പ്രസംഗിക്കുമ്പോൾ ആ പഴയ നിയമത്തിലെ എഴുതിയിരിക്കുന്ന ലിഖിതങ്ങളിലൂടെ ആ പ്രവചിക്കപ്പെട്ട ക്രിസ്തു യേശുക്രിസ്തുവാണ്, നസറായനായ യേശുക്രിസ്തുവാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ദൈവപുത്രൻ ആരാണെന്ന്. അതിനുവേണ്ടിയാണ് പഴയ നിയമം ഉപയോഗിക്കുന്നത്. അപ്പോൾ പഴയ നിയമം ഉപയോഗിക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്നത് പഴയ നിയമ തത്വങ്ങളിലോ പഴയ നിയമ നീതിയിലോ അല്ല, എന്നാൽ ആ പഴയ നിയമം ചൂണ്ടിക്കാണിക്കുന്ന പുതിയ നിയമ നീതിയിലാണ്. ഇത് നമ്മൾ ഡൈനാമിക്കായിട്ട് ആത്മാവിൽ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് പഴയ നിയമം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ 1-2 എക്സാമ്പിൾസ് കണ്ടിരുന്നു, എങ്ങനെയാണ് പഴയ നിയമം മാത്രം എടുത്ത് വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം. എന്നാൽ പ്രിയ സഹോദരങ്ങൾ, അതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കേണ്ട ചില ഗുരുതരമായ പ്രോബ്ലംസ് ഈ പഴയ നിയമത്തിൻ്റെ എക്സസീവ് യൂസേജ് ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് നമ്മുടെ ഇന്നത്തെ ഈ മലയാളം ചർച്ചകളിൽ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ ഓരോരോ വാക്യങ്ങളുടെ വ്യാഖ്യാനം എന്നുള്ളതിനേക്കാളും ആ മതാത്മകത തന്നെ വേറെയാണ്. പഴയ നിയമത്തിലെ മതാത്മകത എന്ന് പറയുന്നൊരു നിഴലാണ്. അവിടെ പൂർണ്ണമായൊരു പാപക്ഷമ ലഭിക്കാത്തൊരു ജനമാണ്. ഓരോ ദിവസവും പാപത്തിന് വേണ്ടി അനുഭവിക്കുകയും പാപത്തിന് വേണ്ടി വീണ്ടും വീണ്ടും യാഗം കഴിക്കുകയും ചെയ്യേണ്ട ഒരു ജനമാണ്. നമുക്ക് വീണ്ടും വീണ്ടും യാഗം കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് അനുതാപമുള്ള ഹൃദയമുണ്ട്, നമ്മൾ മാനസാന്തരപ്പെടുന്നുണ്ട്, കർത്താവിൻ്റെ അടുത്ത് പാപങ്ങൾ ഏറ്റു പറയുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ നമുക്ക് വീണ്ടും വീണ്ടും യാഗങ്ങളെ കഴിക്കേണ്ട കാര്യമില്ല. നമ്മൾ നഷ്ടപ്പെട്ടു കിട്ടി ആ രീതിയിലല്ല നമ്മൾ വിശ്വാസയാത്ര ചെയ്യുന്നത്. നമ്മൾ വിശ്വാസയാത്ര ചെയ്യുന്ന ദൈവം തന്ന വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇത് പഴയ നിയമത്തിലെ ഡു തിയോളജിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. പഴയ നിയമത്തിലെ തിയോളജി എന്ന് പറയുന്നത് ഡു എന്നാണ്, നിങ്ങൾ ചെയ്യ എന്നാണ്. അതൊരു ഉടമ്പടിയായിട്ട് കർത്താവ് കൊടുത്താണ്. നീ ഈ പ്രമാണങ്ങളെല്ലാം അംഗീകരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഇത് അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കും. ഇതാണ് പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥ. ഇന്ന് പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ ചർച്ചിലേക്ക് എന്ന് ഏതെങ്കിലും ഒരു പ്രസംഗം കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ വേർപെട്ട ചർച്ചകളിലുള്ള പ്രസംഗങ്ങൾ എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്, മിക്കവാറും എല്ലാ ചർച്ചകളും ഒരുപോലെ. അവിടെ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ നിയമത്തിൻ്റെ തത്വം ബേസ് ചെയ്തുള്ള ഒരു സ്പിരിച്വാലിറ്റിയാണ് ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നത് ഒത്തിരി ചർച്ചകളിലും. പ്രത്യേകിച്ച് പെന്തക്കോസ് ചർച്ചകളിൽ അത് വളരെയധികം ഇക്കാലത്ത് വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഈ പഴയ നിയമത്തിൻ്റെ തത്വങ്ങൾ പ്രകാരമുള്ള സ്പിരിച്വാലിറ്റി വളരെ ഈസിയാണ് അത് മനസ്സിലാക്കാൻ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കൽപ്പനകളെ അനുസരിച്ച് വിശ്വസ്തനായിരുന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനുസരണക്കേട് കാണിക്കുകയോ ദശാംശത്തിൽ കുറവ് വരുത്തുകയോ ചെയ്താൽ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. അപ്പോൾ അനുഗ്രഹം എന്ന് പറയുന്നത്, ശിക്ഷ എന്ന് പറയുന്നത് നമ്മുടെ അനുസരണത്തെ ആധാരമാക്കിയുള്ളതാണ്. അതാണ് പഴയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ ദീർഘായുസ്സുള്ളവരായിരിക്കും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ ദേശത്ത് മാനിക്കപ്പെടും. അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും, നിങ്ങളുടെ സ്വത്ത് നഷ്ടപ്പെടും, നിങ്ങളുടെ ബിസിനസ് തകരും, നിങ്ങളുടെ മക്കൾ അനുസരണമില്ലാത്തവരെ മാറും, ദൈവത്തിൻ്റെ കോപമുണ്ടാകും, രോഗമുണ്ടാകും. ഇങ്ങനെയാണ്.
അപ്പോൾ നല്ലത് പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക, പാസ്റ്റർമാരെ നല്ലപോലെ സൽക്കരിക്കുക, 10% ദശാംശം കൊടുക്കുക, എല്ലാ പ്രാർത്ഥനയിലും സംബന്ധിക്കുക, ആര് തലയിൽ കൈവയ്ക്കാൻ വന്നാലും തല ഇങ്ങനെ കൊണ്ട് കുനിച്ച് വെച്ച് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. അതാണ് ഇപ്പോൾ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തിയോളജി. പഴയ നിയമത്തിൻ്റെ ഒരു വികലമായ അനുകരണമാണത്. പഴയ നിയമത്തിലെ യാഗം കഴിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമുക്ക് കാളയെ കൊണ്ട് അറക്കാൻ പറ്റുമോ? ഇല്ല. എന്നാൽ പഴയ നിയമത്തിലെ യാഗങ്ങളൊന്നും എടുത്തിട്ടില്ല. ക്രിസ്തുവിൻ്റെ യാഗത്തെ അങ്ങനെ ഓർക്കാറുമില്ല. പക്ഷെ പഴയ നിയമത്തിൻ്റെ ആത്മീകത മാത്രം എടുത്തിട്ട്, ആ സ്പിരിച്വാലിറ്റി മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്താൽ അനുഗ്രഹിക്കും, ചെയ്തില്ലെങ്കിൽ ശപിക്കും എന്നുള്ള രീതിയിൽ ഈ ലോകത്തിനെ ആധാരമാക്കിയുള്ള, ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളെ ആധാരമാക്കിയുള്ള ഒരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഇന്ന് ചർച്ചകളിലെല്ലാം ഇതാണ് നടക്കുന്നത്. അവർ ചിലർ വിശുദ്ധിയെക്കുറിച്ച് പ്രസംഗിക്കും, ചിലർ പ്രോസ്പെരിറ്റിയെക്കുറിച്ച് സംസാരിക്കും. ആരെന്ത് പ്രസംഗിച്ചാലും അത് പഴയ നിയമത്തിലെ മതാത്മകതയാണ്. വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം പഴയ നിയമത്തിലെ നീതിയാണ് പറയുന്നത്, വിശുദ്ധിയാണ് പറയുന്നത്. ഏത് വർജനത്തെ ബേസ് ചെയ്തുള്ള നീതി, പഴയ നിയമത്തിലെ ആ ഒരു നീതി, അക്ഷരങ്ങളുടെ അനുസരണത്താൽ വരുന്ന നീതി, വിശ്വാസത്താൽ വരുന്നതല്ല, ആക്ഷരികമായ അനുസരണത്താൽ വരുന്ന നീതിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു പഴയ നിയമ വ്യവസ്ഥയാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ഏത് പ്രസംഗങ്ങൾ കേട്ടാലും അതിൻ്റെ എല്ലാം അവസാനം അങ്ങനെയാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ അനുസരിക്കണം. പക്ഷേ അവിടെയാണ് കർത്താവിൻ്റെ ഈ ഗിരിപ്രഭാഷണം നമ്മളെ ഞെട്ടിപ്പിച്ച് കളയുന്നത്. എന്നാൽ പിന്നെ അനുസരിച്ചിട്ട് വാ മക്കളെ എന്ന് കർത്താവ് പറഞ്ഞിട്ട്, കർത്താവ് പറയുന്ന ഈ വാക്യങ്ങൾ ഒരു മനുഷ്യനും സൂചിക്കുഴ പോലെയാണ്. അതിനകത്തോടെ കയറാൻ ആരെക്കൊണ്ട് സാധിക്കത്തില്ല. അത്രയും ഇടുക്കമുള്ളൊരു വഴി വെച്ചിട്ട് കർത്താവ് പറയാണ്, നീ അനുസരിച്ചിട്ട് വാ. നിനക്ക് ഈ ദേശത്തുള്ള മാനമല്ല, സ്വർഗം തന്നെ തരാം, നീതിയുടെ കിരീടം തരാം, അനുസരിച്ചിട്ട് വാ. പക്ഷെ നമ്മൾ ഈ പ്രമാണം കണ്ട് തലയിൽ കവിച്ചിരിക്കുകയാണ്. കാരണം ഇത്രയും നേരവും ഉണ്ടായിരുന്ന പരീക്ഷൻ്റെയും ശാസ്ത്രിയുടെയും സദൂക്യരുടെയും നീതി ആസ്പദമാക്കിയുള്ള നീതി കൊണ്ട് പോയാൽ ഈ കൽപ്പനകളിലേക്കോ നിത്യജീവനിലേക്കോ കടക്കാൻ സാധിക്കില്ല. അവിടെ മനുഷ്യരുടെ പ്രമാണങ്ങളാൽ അധിഷ്ഠിതമായ പഴയ നിയമം, മനുഷ്യരോട് ദൈവം കൽപ്പിച്ച കൽപ്പനകൾ, ആ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹിക്കാം, അനുസരിച്ചില്ലെങ്കിൽ അടികിട്ടും, ഈ ബേസിസിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു പഴയ നിയമം, പഴയ നിയമ നീതി, പഴയ നിയമ മതാത്മകത ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാതെ തന്നെ ഇന്നും ആളുകൾ അത് തുടർന്നുകൊണ്ടിരിക്കുന്നു, പ്രസംഗിച്ചുകൊണ്ടേയിരിക്കുന്നു, ധർമ്മോപദേശങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. നീ അനുസരിച്ചാൽ നീ അനുഗ്രഹിക്കപ്പെടും, കീഴടങ്ങിയിരുന്നാൽ നിനക്ക് നന്മ ലഭിക്കും. ഇത് പഴയ നിയമമാണ്. ഈ നന്മയൊന്നും ഈ ലോകത്ത് പുതിയ നിയമ വിശ്വാസിക്കുള്ളതല്ല. ദൈവം തരില്ലെന്നല്ല, അത്ഭുതങ്ങൾ നടക്കില്ലെന്നല്ല, ഇതൊക്കെ നടക്കും, തരികയും ചെയ്യും ദൈവം. പക്ഷേ പുതിയ നിയമത്തിലെ ഫെയ്ത്ത് എന്നും റൈച്ചസ്നെസ് എന്നും പറയുന്നത് നമ്മുടെ പ്രവൃത്തികളിൽ ആധാരമായതല്ല, ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിൽ ആധാരമായതാണ്. നമ്മൾ വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് കിടക്കുകയാണ്, അവൻ്റെ അനുഗ്രഹങ്ങളുടെ അവകാശം പ്രാപിക്കുകയാണ്. ഇത് എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ആത്മീകതയാണ്. ഈ ആത്മീകതയിൽ ഞാനല്ല, യേശുവാണ് എൻ്റെ കർത്താവ്. എനിക്ക് ഈ ലോകത്ത് കാണുന്ന മോഹങ്ങളാലല്ല ഞാൻ നിർബന്ധിക്കപ്പെടുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എന്നെ നിർബന്ധിക്കുന്നത്. ഇന്നുള്ള മിക്കവാറും സഭകളിലും കർത്താവ് റിജക്റ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിന് അനേകം എക്സാമ്പിൾസ് ഉണ്ട്. അതായത് യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രസംഗം, യേശുക്രിസ്തുവിൻ്റെ നീതിയെക്കുറിച്ചുള്ള പ്രസംഗം സകലർക്കും ഇടർച്ചയാകുന്ന ഒരു കാലഘട്ടവും കൂടിയാണിത്. എന്താണ് ഇന്ന് സാധാരണ ഒരു ചർച്ചിൽ നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഞായറാഴ്ച ഒരു സാധാരണ ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നു. അവിടെ കാണുന്നത് 2 പാട്ട് പാടുന്നു, കൈയടിച്ച് ആരാധിക്കുന്നു. ഈ കൈയടിച്ച് ആരാധിക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും നമുക്കറിയില്ല നമ്മൾ ശരിക്കും ആരാധിക്കുകയാണോ. ഒരു ചർച്ചിൽ ചെന്നപ്പോൾ അവർ കൈയടിച്ച് പാടി ആരാധിക്കുന്ന പാട്ട്, വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണ്ടെന്ന് രക്ഷിതാവിൻ വേല ചെയ്തിടാമെന്ന്. അത് കർത്താവിനോട് പോലും പറയുന്ന കാര്യമല്ല, ആരാധിക്കുന്ന കർത്താവിനെയാണല്ലോ. അവർ വീണ്ടെടുക്കപ്പെട്ട കൂട്ടത്തോട് പറയുകയാണ്, ബാ നമുക്ക് വേല ചെയ്യാം. അത് കൈയടിച്ച് പറയുന്നത് കൊണ്ട് ആരാധനയാണെന്ന് ഇവർ വിചാരിക്കുന്നു. കൈയടിച്ച് അന്യഭാഷകൾ വന്നു കഴിയുമ്പോൾ അത് ആരാധനയാണ് എന്ന് ഈ ജനം മൗഢ്യമായി വിചാരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, അന്യഭാഷ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആരാധിച്ചു കാണണമെന്ന് നിർബന്ധമില്ല. കാരണം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ദൂത് പറയുകയോ പാടുകയോ സ്തോത്രം ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരാൾ അന്യഭാഷ പറഞ്ഞു എന്ന് വിളിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ആരാധിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും? വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ വേഗമുണ്ടെന്ന് രക്ഷിതാവിൻ വേല ചെയ്യാമെന്ന് പറഞ്ഞാൽ കർത്താവിനെ ആരാധിച്ചോ? ഇല്ല. നമ്മൾ ഒരു പാട്ട് പാടി. ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഒരു ചർച്ചിലേക്ക് ചെല്ലുമ്പോൾ ഒരു പ്രാർത്ഥന, അത് കഴിഞ്ഞ് 2 പാട്ട്, യാഹ് നല്ല ഇടയൻ എന്നും എൻ്റെ പാലകൻ, നല്ലൊരു പാട്ടാണ്. അതുപോലെ യഹോവ ദൈവമാം വിശുദ്ധ ജാതി നാം, അതൊരു നല്ല പാട്ടല്ലേ. 2 പാട്ടുകൾ പാടി
എല്ലാവരും കൈയടിച്ചു, ആരാധിച്ചു, കുറേ സമയം. അപ്പം നല്ലപോലെ നിങ്ങൾ ആ എക്സ്റ്റസിയിലേക്ക് കടന്നു, സന്തോഷമായി, നല്ലപോലെ ആരാധന വെളിപ്പെട്ടു എന്ന് പറയും. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ഇന്ന് നല്ലൊരു ആരാധന നമുക്ക് തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ആരാധന ആർക്ക് തന്നതിനായിട്ട്? ആരാധന ഇതെന്താ, പെർഫോമൻസാ? പ്രിയ സഹോദരങ്ങളെ, ദൈവത്തെ സ്തോത്രം ചെയ്തത് നമുക്ക് തന്നതല്ലത്, നമ്മൾ ദൈവത്തിന് കൊടുത്തതാണ്. അത് മാനുഷികമായി പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം ഈ പാട്ട് പാടി ആരാധിച്ചെന്നറിയില്ല, അന്യഭാഷ പറഞ്ഞു. നമ്മൾ കുറേ നേരം ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരുന്നു. പിന്നീട് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്നു. ദാവീദ് നടന്നതും ഇരുന്നതും ആഹാരം കഴിച്ചതും മട്ടുപ്പാവിൽ ഉലാത്തിയതും ഇതെല്ലാം പറയുന്നു. പിന്നെ പാപം ചെയ്തതും പിന്നെ അതിനകത്ത് രക്ഷപ്പെട്ടതും കരഞ്ഞതും നിലവിളിച്ചതെല്ലാം പറയുന്നു. ദാവീദിനെക്കുറിച്ചൊരു പ്രസംഗം. പിന്നെ സാക്ഷ്യങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സാക്ഷ്യങ്ങളിൽ പറയുന്നത് എന്താണ്? എൻ്റെ മകൻ നാളെ ഗൾഫിലേക്ക് പോവുകയാണ്, അല്ല അമേരിക്കയിലോട്ട് പോവുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം, യാത്രയിലെല്ലാം അനുഗ്രഹമായി തീരാൻ പ്രാർത്ഥിക്കണം. എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട്. ഇത്രയും നാളും വിശ്വാസി വന്നിട്ടും ടെൻഷനും പോയിട്ടില്ല, ആകുലചിന്തയും പോയിട്ടില്ല. 20-30 വർഷമായാലും ആകുലചിന്ത, നാളെ എന്ത് സംഭവിക്കും, അയ്യോ പിള്ളേരെ പ്രാർത്ഥിക്കണേ. ഈ പ്രാർത്ഥനകൾ, ഉപജീവന കാര്യങ്ങൾ, അതുപോലെ അനുദിന അനുഗ്രഹങ്ങൾ. പഴയ നിയമത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. അവരും യുദ്ധം ജയിക്കാൻ വേണ്ടിയും യാത്ര ശുഭമാകാൻ വേണ്ടിയും അങ്ങനെ ഈ ലോകത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളായിരുന്നു. പ്രാർത്ഥിച്ചു കഴിയുമ്പം നമ്മൾ ഒരു സ്പെഷ്യലിസ്റ്റ് പ്രസംഗകൻ ഉണ്ടായിരിക്കാം പ്രസംഗിക്കാൻ. അദ്ദേഹം ചിലപ്പം മോശയെക്കുറിച്ച് മാത്രം പറയുന്നൊരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം എപ്പോഴും ദാനിയേലിനെക്കുറിച്ചോ ആലയം പണിയെക്കുറിച്ചോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും പഴയ നിയമത്തിലെ ഒരു ഭാഗമായിരിക്കാം. അപ്പോൾ ആ ഒരു 3 മണിക്കൂർ യേശുക്രിസ്തു എന്നൊരു വാക്ക് പോലും പറയാതെ, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഓർക്കാതെ, അവൻ തന്ന പാപമോചനത്തിന് നന്ദി പറയാതെ കഴിഞ്ഞു പോവുകയാണ് ആഴ്ചകൾ. ഒൺലി ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പുതിയ നിയമത്തിൽ നിന്ന് ആകെ പ്രസംഗിക്കുകയാണെങ്കിൽ അവർ പറയുന്നത് എന്താണെന്നറിയോ? രക്തസ്രാവക്കാരി സ്ത്രീയെ സൗഖ്യമാക്കിയ കഥ, അതല്ലെങ്കിൽ സുന്ദരം എന്ന ഗോപുരത്തിൻ്റെ പടിവാതിൽ ഇരുന്ന് മുടന്തനെ സൗഖ്യമാക്കിയ കഥ. ഇതല്ലാതെ എന്താ നിങ്ങൾ പുതിയ നിയമത്തിൽ നിന്ന് കേൾക്കുന്നത്? രോഗശാന്തിയുടെ 2-3 കഥകൾ. ഈ രോഗശാന്തി കിട്ടിയവരെല്ലാം പിന്നെ മരിച്ചു. ഇതൊക്കെ താൽക്കാലികമായ കാര്യങ്ങളാണ്. അപ്പോൾ പുതിയ നിയമം ഒരിക്കലും താൽക്കാലികമായ അനുഗ്രഹങ്ങളെ സംബന്ധിക്കുന്നതല്ല. പുതിയ നിയമം താൽക്കാലികമായ അനുഗ്രഹങ്ങളെ അടയാളങ്ങളായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ തലവേദനയോ വയറുവേദനയോ ദൈവം സൗഖ്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം ജീവിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നൊരു അടയാളമാണ്. അല്ലാതെ ഇവിടെ 550 വർഷം ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല. ആ ഒരു നിമിഷം കൊണ്ട് ആ കർത്താവിനെ തിരിച്ചറിഞ്ഞ് നിത്യതയുടെ ഇടുക്കുവഴിയിലൂടെ കർത്താവിൻ്റെ കൈപിടിച്ച് നടക്കാൻ വേണ്ടിയാണ് അത്ഭുതം കർത്താവ് കാണിക്കുന്നത്. അപ്പോൾ അത്ഭുതങ്ങളുടെ പിന്നാലെ പോവുകയും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ജീവിതകാലം മുഴുവൻ ഒരനുഗ്രഹത്തിന് പുറകെ അടുത്ത അനുഗ്രഹം. ആദ്യം പിള്ളേർക്ക് എഡ്യൂക്കേഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എഡ്യൂക്കേഷൻ കിട്ടുന്നു. പിന്നെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജോലി കിട്ടുന്നു. പിന്നെ കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കല്യാണം കഴിക്കുന്നു. പിന്നെ പിള്ളേരുണ്ടാകുന്നു, പിന്നെ അവർ വളരുന്നു, അവരെ സെറ്റിൽ ചെയ്യിപ്പിക്കുന്നു, അവസാനം മരിക്കുന്നു. പ്രാർത്ഥന തീർന്നു, പ്രാർത്ഥനയുടെ ബെനിഫിറ്റ്സ് തീർന്നു. ഇത് പഴയ നിയമമാണ്. കാരണം അവിടെ പുനരുത്ഥാനത്തിൻ്റെ വാഗ്ദത്തം ആക്ഷരികമായി നൽകിയിട്ടില്ല. എന്നാൽ ആത്മാവിൽ പഴയ നിയമ വിശുദ്ധന്മാർക്ക് അത് പലർക്കും മനസ്സിലായിട്ടുണ്ട്. അത് നമുക്ക് പഴയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാവും. അവിടെയെല്ലാം പുതിയ നിയമം അടങ്ങിയിരിക്കുന്നുണ്ട്, ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അത് വെളിപ്പെടുത്തുകയാണ് ശിഷ്യന്മാർ ചെയ്തത്. ശിഷ്യന്മാരെങ്ങനെ പഴയ നിയമത്തെ ഉപയോഗിച്ചത്? ശിഷ്യന്മാർ പഴയ നിയമം എടുത്തിട്ട് അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തെ വെളിച്ച് നമുക്ക് കാണിച്ചു തരുമായിരുന്നു. നോക്ക് ക്രിസ്തുവിനെ, നിങ്ങൾ കണ്ടോ, ഇവിടെ എല്ലാം മെശിഹായെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം മാർമികമാണ്, ഇതെല്ലാം കർത്താവിനെ കുറിച്ചുള്ളതാണ്. ആ ഭാഗങ്ങൾ മാത്രമാണ് അവർ പഴയ നിയമത്തിൽ എടുത്തിട്ടുള്ളത്. പഴയ നിയമത്തിലെ ഏത് വാക്യത്തിലും ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ട്. ആ ക്രിസ്തു എന്ന വെളിപ്പാടിലേക്ക് നമ്മൾ എത്തുന്നില്ല എങ്കിൽ നമ്മൾ ഇപ്പോഴും പരീശൻ്റെയും ശാസ്ത്രിയുടെയും നീതിയെ ലക്ഷ്യം വയ്ക്കുന്നവരാണ്. കഠിനാധ്വാനത്താൽ വരുന്ന, വിശ്വാസത്താൽ വരുന്നതല്ല, കഠിനാധ്വാനത്താൽ വരുന്ന ഒരു നീതിയെ ലക്ഷ്യമിട്ട് സ്വയനീതിക്കാരായി പോകുന്നവരെ ആണ് നമ്മുടെ മുമ്പിലുള്ള ഉദാഹരണങ്ങളെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ പഴയ നിയമം, ഇപ്പം നിങ്ങൾ വിചാരിക്കായിരിക്കും ഈ മനുഷ്യൻ പഴയ നിയമത്തോട് എന്തോ വിരോധമുള്ള ആളാണ്, പുള്ളി അങ്ങനെ പഴയ നിയമത്തെ അധികം പ്രസംഗിച്ചും കേൾക്കുന്നില്ല. സഹോദരങ്ങളെ, ദൈവം തന്നിട്ടുള്ള എല്ലാ പ്രമാണങ്ങളും ഒരുപോലെയാണ്. പഴയ നിയമം പുതിയ നിയമം. ബൈബിളിൽ നമുക്ക് ദൈവം കൃപയാൽ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള ഈ ബൈബിൾ, എത്ര അത്ഭുതകരമായിട്ടാണ് ഈ ബൈബിൾ നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്നത്. ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു അത്ഭുതമാണ് ഈ വേദപുസ്തകം നമ്മുടെ കയ്യിൽ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന 66 പുസ്തകങ്ങൾ. ഇതിൽ ഓരോ പുസ്തകത്തിൽ ഓരോ വരിയും ദൈവത്തിൻ്റെ ദൈവാശാസ്യമാണ്, നമുക്ക് ഗുണീകരണത്തിനും എല്ലാം ഉപയോഗകരമാണ്. പക്ഷേ പ്രിയ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് അതാതിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കണം. പുതിയ നിയമത്തിൻ്റെ ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ. എന്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിൽ? പഴയ നിയമത്തിൽ ഭാഗമായും വിവിധങ്ങളായും നിഴലുകളായും കണ്ടിരുന്ന കാര്യങ്ങൾ ക്രിസ്തുവിലൂടെ ക്ലാരിറ്റി വന്ന ശേഷം, ഇപ്പം നിങ്ങൾ വിൻഡോയുടെ പുറത്ത് ഒരാൾ നിൽക്കുന്ന നിഴൽ കാണുന്നെന്ന് വിചാരിച്ചോ. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, അങ്ങനെ ആരുമില്ല, അങ്ങോട്ട് നോക്കണ്ട.
വിൻഡോയുടെ പുറകിൽ ഒരാൾ വന്ന് നിൽക്കുന്നൊരു നിഴൽ കാണുന്നില്ല, നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ പറയാൻ ഇന്നാരായിരിക്കും, ആ നിഴൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ ഡോർ തുറന്ന് നോക്കുമ്പം അത് നിങ്ങളുടെ പിതാവോ നിങ്ങളുടെ സഹോദരൻ ആരെങ്കിലും നിങ്ങൾ അന്വേഷിച്ച് വന്നതാണെന്ന് വിചാരിച്ചോളൂ. പിന്നെ ആ ഡോർ അടഞ്ഞു കിടന്നാൽ ആ നിഴൽ കാണുമ്പോൾ നമ്മൾ ആരെയാണ് കാണുന്നത്? ഈ അപ്പനെ കാണുന്നത്, അല്ലേ ചേട്ടനെ കാണുന്നത്, അവിടെ വന്ന ആളെയാണ് കാണുന്നത്. നിഴൽ ക്ലിയറായി. അപ്പോൾ ന്യൂ ടെസ്റ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഈ പഴയ നിയമത്തിലുള്ള നിഴൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായി. അപ്പം അത് വിട്ട് കളഞ്ഞിട്ട്, ആ ഒരു റെവലേഷനെ വിട്ട് കളഞ്ഞിട്ട്, ആ നിത്യതയെ വിട്ട് കളഞ്ഞിട്ട്, ആ പ്രത്യാശയെ വിട്ട് കളഞ്ഞിട്ട്, സ്വർഗീയമായ നിത്യ അനുഗ്രഹങ്ങളുടെ ഒരു നിഴലായിരുന്നു ഇതാദ്യം കണ്ടതെന്നുള്ളത് മറന്നു കളഞ്ഞിട്ട് ആ നിഴലിനെ നമ്മൾ പൊരുളാക്കി മാറ്റി ക്രിസ്തുവിനെ ബിംബവൽക്കരിച്ച് സ്വർഗീയ അനുഗ്രഹങ്ങൾ തരുന്ന ഒരു ഭൂമിയിലെ അനുഗ്രഹങ്ങൾ തരുന്ന ഒരു നാമമാക്കി മാത്രം ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നതാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിനെ ശരിക്കും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വതന്ത്രരാണ്. ക്രൈസ്റ്റ് മേക്സ് us ഫ്രീ. കർത്താവ് നമ്മളെ സ്വതന്ത്രരാക്കിയാൽ നമ്മൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഈ സാക്ഷാലുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തരുന്നത് പഴയ നിയമത്തെ തള്ളിക്കളയാൻ വേണ്ടിയല്ല. അതിലൂടെ എല്ലാം നമുക്ക് കാണാം. അബ്രഹാമിൻ്റെ ലൈഫ്, ഹാനോക്കിൻ്റെ ലൈഫ്, ഹാബേലിൻ്റെ ലൈഫ്, നിങ്ങൾ ഏത് പഴയ നിയമ ഭാഗമെടുത്താലും അവിടെയെല്ലാം ഈ നിഴലുകൾ, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന നിഴലുകളെ നമുക്ക് കാണാം. ക്രിസ്തുവിനെ നോക്കി കൊതിയോടിരിക്കുന്ന പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ നമുക്ക് കാണാം. അവിടെ കർത്താവ് എങ്ങനെയാണ് മറഞ്ഞിരിക്കുന്ന ഒരു നീതിയെ ഭദ്രമായി നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതെന്നും തൻ്റെ പുത്രനിലൂടെ അത് അന്ത്യകാലത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഹോളിസ്റ്റിക് പിക്ചർ നോക്കാതെ അതിൻ്റെ ആദ്യ ഭാഗം മാത്രം എടുത്തിട്ട് ആ ഫുൾ പിക്ചർ കാണാതെ വ്യാഖ്യാനിച്ച അന്നത്തെ യഹൂദന്മാരുടെ അതേ അന്ധതയാണ് ഇന്ന് നമ്മുടെ സഭകളിൽ വ്യാപരിച്ചിരിക്കുന്നത്. ഒരു ക്രിസ്തീയ സഭയാണോ എന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ഈ കാര്യത്തിലേക്ക് വീണു പോയിരിക്കുന്നുള്ളതാണ് നമ്മൾ കാണുന്ന ദയനീയമാവസ്ഥ. നിങ്ങൾ പ്രവചനങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. ഇന്ന് കേൾക്കുന്ന പ്രവചനങ്ങൾ എന്താ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവാചകൻ എന്തെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ? അത് പുതിയ നിയമത്തെ സംബന്ധിക്കുന്നതായിരുന്നോ, പഴയ നിയമത്തെ സംബന്ധിക്കുന്നതായിരുന്നോ? പഴയ നിയമത്തെ സംബന്ധിക്കുന്നതായിരുന്നു. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ്, മിക്കവാറും അല്ല, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ ഇടയ്ക്ക് ഈ പ്രവാചകന്മാർ വരുമായിരുന്നു. അപ്പോൾ പ്രവാചകന്മാർ വരുന്നത്, ഒരു പ്രവാചകൻ വരുന്നതിൻ്റെ തലേദിവസം ഞാൻ ഈ പ്രവാചകൻ്റെ ശിഷ്യന്മാർ കുറേ പേർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് അവരോട് ഞാൻ പറഞ്ഞു, നാളെ ഞാൻ ഈ പ്രവാചകനെക്കുറിച്ച് ഒരു പ്രവചനം പറയാം. അവർ ചോദിച്ചു, എന്താ? നാളെ ഈ പ്രവാചകൻ പ്രവചിക്കാൻ വരുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് മാത്രമേ പ്രവചിക്കുകയുള്ളൂ, അതാണ് എൻ്റെ പ്രവചനം. അപ്പോൾ അവർ അങ്ങനെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ ഉള്ളിലൊരു പേടി തോന്നി. കാരണം നാളെ വരുമ്പോൾ ഈ പ്രവാചകൻ പുതിയ നിയമത്തിൽ നിന്ന് എന്തായിരിക്കും പ്രവചിക്കുന്നതാവോ? പുതിയ നിയമത്തിൽ എന്ത് പ്രവചിക്കാൻ പറ്റും? രണ്ടുടുപ്പുള്ളവനൊന്നും ഇല്ലാത്തവനെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഇരിക്കുന്ന സാർമാരുൾപ്പെടെ വെള്ളത്തിലാവും. സ്വത്ത് വിറ്റ് ദരിദ്രന് കൊടുത്തിട്ട് എന്നെ അനുഗമിക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരെല്ലാം ഓടും. അപ്പോൾ പുതിയ നിയമത്തിലൊരു പ്രോഫസി വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കറിയാം ഈ പുതിയ നിയമത്തിൽ നിന്ന് ആരെന്ത് പ്രവചിക്കാനാണ്? അപ്പോൾ ഞാൻ ആലോചിച്ചു, അങ്ങനൊരു പ്രവാചകൻ എന്തായിരിക്കും പ്രവചിക്കുന്നത്? പ്രവചനമുണ്ട് കേട്ടോ, അതിന് പുതിയ നിയമത്തിൽ എക്സാമ്പിളുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് കാണുന്ന പോലെ അല്ലത്. ഇദ്ദേഹം വന്നു. അപ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരുത്തനോട് ഇരിപ്പുണ്ട്, പുള്ളി ഇങ്ങനെ നോക്കാനിരിക്കുകയാണ്, ഞങ്ങളെ നാണം കെടുത്തരുത്, പാസ്റ്ററെ പുതിയ നിയമത്തിന് എന്തെങ്കിലും പ്രസംഗിക്കണേ എന്ന് ആരോ ചെന്ന് പറഞ്ഞു കൊടുത്തു. ഈ പ്രവാചകൻ സ്റ്റേജിലേക്ക് കയറിയിട്ട് പറഞ്ഞു, ഇവിടെ ചില ആൾക്കാരുണ്ട്, അവരിങ്ങനെ അക്ഷരങ്ങൾ കൊണ്ട് തടിച്ചിരിക്കുകയാണ്, അവർ പറയുന്നുണ്ട് ഞാൻ പഴയ നിയമത്തിൽ നിന്ന് മാത്രമേ പ്രവചിക്കുകയുള്ളൂ, എന്നാൽ അങ്ങനെയല്ല, ഇന്ന് ഞാൻ പുതിയ നിയമത്തിൽ നിന്നാണ് പ്രവചിക്കുന്നത്. അത് ഞാൻ ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയിന്ന് മാത്രമല്ല, എൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷവും തോന്നി. കാരണം ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇതാ വരുന്നു ഒരു പ്രവചനം പുതിയ നിയമത്തിൽ നിന്ന്. എന്തായിരിക്കും അത്? സഹോദരങ്ങളെ, പ്രവചിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം വാക്യമെടുത്തത് എബ്രായർ 11 എൻ്റെ ഓർമ്മ. വിശ്വാസത്താൽ എബ്രഹാം, അത് മാത്രമേ പുതിയ നിയമത്തിൽ അദ്ദേഹം എടുത്തുള്ളൂ. പിന്നെ എബ്രഹാമിൻ്റെ കഥയായിരുന്നു. അത് വ്യാഖ്യാനിച്ചത് പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ വെച്ചല്ല, പഴയ നിയമത്തിൽ വെച്ച് തന്നെയാണ്. പ്രിയ സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ വെച്ച് തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യങ്ങളല്ല പുതിയ നിയമത്തിൽ വെച്ച് എബ്രഹാമിൻ്റെ കഥ തുറക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. പഴയ നിയമത്തിലെ വിശുദ്ധന്മാരുടെ കഥകൾ വായിക്കുമ്പോൾ അന്നേരം നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല പുതിയ നിയമത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. 22-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ, പഴയ നിയമത്തിൽ ഒരാൾ വായിക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാകുന്നതല്ല കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചതിന് ശേഷം ആ സങ്കീർത്തനം നമ്മൾ ആ പൊരുൾ കണ്ട ശേഷം നമ്മളത് വായിക്കുമ്പോൾ. ഇന്ന് പഴയ നിയമം മാത്രം പ്രസംഗിക്കുന്ന സഭകളിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചാൽ മതി. പ്രത്യാശയില്ലാതായിപ്പോയി, പഴയ നിയമത്തിലെ പോലെ തന്നെയായി. കർത്താവിൻ്റെ ആ പൊരുൾ അപ്രത്യക്ഷമായി, പ്രത്യാശയില്ലാതെയായി, ലോകത്തിലെ അനുഗ്രഹങ്ങൾ മാത്രം നോക്കിയിരിക്കുന്ന ഒരു സമൂഹമായി. അവർക്ക് ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്കത് അസ്വസ്ഥതയായി, അത് ശത്രുത്വമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മളിന്ന് കാണുന്നത്. അന്ന് പരീശന്മാരും ശാസ്ത്രിമാരും സദൂക്യന്മാരും എങ്ങനെ ക്രിസ്തുവിനെ ആക്രമിച്ചോ അതുപോലെ തന്നെ ഇന്ന് പുതിയ നിയമത്തിലെ സത്യങ്ങളെയും അവർ ആക്രമിക്കുന്നതായിട്ടാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നത് തിരുവചനമെല്ലാം ഒരുപോലെ സത്യവും ഒരുപോലെ ദൈവാശ്വാസ്യവുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്,
ഇതെല്ലാം പോയിൻ്റ് ചെയ്യുന്ന ക്രിസ്തുവിലേക്കാണ്. ക്രിസ്തുവാണ് വചനം. അവനാണ് ജഡരൂപമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്ത് കർത്താവിൻ്റെ തേജസ്സിനെ വെളിപ്പെടുത്തിയത്. ആ ക്രിസ്തുവിനെ വെളിപ്പെടുത്താതെ ഒരു വചനവും ദൈവാശാസ്യമാകുന്നില്ല. യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്താത്ത ഒരു വചനവും ശരിയായ വ്യാഖ്യാനമല്ല. അതേത് ഭാഗത്ത് നിർത്താലും കർത്താവിലേക്ക് ചൂണ്ടപ്പെടാത്ത, കർത്താവിലേക്ക് ഡയറക്റ്റ് ചെയ്യാത്ത ഒരു പ്രമാണവും ദൈവത്തിൻ്റേതല്ല, ദൈവരാജ്യത്തിൻ്റേതല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പഴയ നിയമം പുതിയ നിയമം എല്ലാം ഒരുപോലെയാണ്. പക്ഷേ എല്ലായിടത്തും നിഴലായോ പൊരുളായോ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ പൂർവികരായ അപ്പോസ്തലന്മാരെല്ലാം പഴയ നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്ന് ആ പഴയ മതത്തിൻ്റെ ആ പഴയ പുളിച്ച വീഞ്ഞ്, അല്ലെങ്കിൽ പഴയ തുരുത്തി, ആ പഴയ തുണിക്കഷ്ണം, അതിൽ ആശ്രയിക്കാതെ സകലതും പുതുതാക്കുന്ന ദൈവകൃപയിൽ നമുക്ക് ആശ്രയിക്കാം. നിത്യമായ വാഗ്ദത്തങ്ങളാൽ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പിക്കപ്പെടാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ രക്ഷയുടെ ആനന്ദം ഞങ്ങൾ അനുഭവിപ്പിക്കുവാൻ സ്വന്തം പുത്രനെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്ന ദൈവകൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ ആ പൊരുളിൻ്റെ പരിജ്ഞാനത്തിൽ ഞങ്ങൾ സന്തോഷമുള്ളവരും സംതൃപ്തരും കർത്താവെ വിടുവിക്കപ്പെട്ടവരുമായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്കന്ന് വിടുതലിനായി സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.